ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടൻ സലിം കുമാർ ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലിം കുമാർ ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്. മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലിം കുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350ഓളം ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മപ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലിം കുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലിം കുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യ നടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലിം കുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, K. കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒഡിയ ചിത്രമായ ഊങ്കയിലും മായാ ബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലിം കുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സലിം കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലിം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല, ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലിം കുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്ക് മുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലിം കുമാറെന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPI-യും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. Collaborate closely to maintain security along our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6ാം കിരീടം ചൂടിയത്. 2026 പുരുഷ അണ്ടർ-18 ഏഷ്യ കപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3ാം തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിൽ എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിനു മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവെ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തു പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടൻ സലിംകുമാർ ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.